ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇതുപോലെയുള്ള ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ആദ്യമായി നമുക്ക് പുതിയൊരു സ്ലൈഡ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ഇമേജ് ആഡ് ചെയ്യാം. ഇൻസേർട്ട്, പിക്ചേഴ്സ്, സ്റ്റോക്ക് ഇമേജസ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിന്നും ഏതെങ്കിലും ഒരു ഇമേജ് നമുക്ക് സെലക്ട് ചെയ്ത് ഇൻസേർട്ട് നൽകാം. ഈ ഇമേജിനെ സ്ലൈഡ് ഫുള്ള് കവർ ആവുന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്യാം. അതിനുശേഷം സ്ലൈഡ് ഫുള്ള് കവർ ആവുന്ന രീതിയിൽ ഒരു റെക്റ്റാങ്കിൾ വരച്ച് നൽകുകയും നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് അതിനാവശ്യമുള്ള ഫോണ്ടും സൈസും സെലക്ട് ചെയ്യാം. ഇനി ആദ്യം ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത് കൺട്രോൾ കീ ഉപയോഗിച്ചുകൊണ്ട് ഈ ടെക്സ്റ്റും സെലക്ട് ചെയ്ത് ഷേപ്പ് ഫോർമാറ്റ് എന്ന ടാബിൽ നിന്നും മെർജ് ഷേപ്പ് സെലക്ട് ചെയ്ത് സബ്ട്രാക്ട് സെലക്ട് ചെയ്യുക. അതോടൊപ്പം ഇവിടെ ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ നൽകാം. ഷേപ്പ് ഔട്ട്ലൈൻ ഞാനിവിടെ നോ ഔട്ട്ലൈൻ നൽകുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് ഷേപ്പ് സെലക്ട് ചെയ്ത് ഈ ഫിൽ കളറിന്റെ ട്രാൻസ്പെറൻസി ഒരല്പം കൂട്ടി നൽകാം. ഞാനൊരു 25% നൽകുകയാണ്. ഇനി ഞാൻ ഈ സ്ലൈഡ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഇനി ആദ്യത്തെ സ്ലൈഡിൽ ഞാൻ ഈ റെക്റ്റാങ്കിളും ഈ ലെറ്റേഴ്സും സെലക്ട് ചെയ്ത് ഇതുപോലെ മൂവ് ചെയ്ത് മുകളിലത്തെ പകുതിയിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇനി രണ്ടാമത്തെ സ്ലൈഡിലേക്ക് ആവശ്യമുള്ള ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ ഞാനിപ്പോൾ ആദ്യത്തെ സ്ലൈഡിൽ നിന്നും ടെക്സ്റ്റ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കോപ്പി ചെയ്തതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഈ ടെക്സ്റ്റിന് ചുറ്റും ഞാനൊരു റെക്റ്റാങ്കിൾ വരച്ച് നൽകി അതിനൊരു ചെറിയ ഷാഡോയും നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് മുൻപ് പല വീഡിയോസിലും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആ വീഡിയോസ് ഒന്ന് കാണാൻ മറക്കല്ലേ. ഇനി ഞാൻ ഇതേ ടെക്സ്റ്റുകൾ തന്നെ കോപ്പി ചെയ്ത് ആദ്യത്തെ സ്ലൈഡിലും ഒന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. ശേഷം അവയെ അറേഞ്ച് ചെയ്ത് സ്ലൈഡ് ഏരിയയ്ക്ക് പുറത്തേക്ക് മൂവ് ചെയ്യുന്നു. ഇതിന്റെ സൂം ലെവൽ ഒന്ന് കുറച്ച് നൽകി ഓരോ റെക്റ്റാങ്കിളും വ്യത്യസ്ത ഹൈറ്റുകളിൽ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ രണ്ട് സ്ലൈഡുകളും സെലക്ട് ചെയ്ത് ഇതിനാവശ്യമുള്ള ട്രാൻസിഷൻ അപ്ലൈ ചെയ്യാം. ഇവിടെ ട്രാൻസിഷൻസ് എന്ന ടാബിൽ നിന്നും മോർഫ് സെലക്ട് ചെയ്യുന്നു. ഫൈനൽ ഔട്ട്പുട്ട് ഒന്ന് കണ്ടു നോക്കാം. വളരെ മനോഹരമായി ഒരു സ്ലൈഡിൽ നിന്നും മറ്റൊരു സ്ലൈഡിലേക്ക് ഇത് മൂവായി. നമ്മുടെ സ്ലൈഡിനെ കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആക്കാൻ ഈ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. ഇതുപോലെ തന്നെ എത്ര സ്ലൈഡുകൾ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.